നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ സഭകളിൽ ദൈവ തേജസ് അല്ലെങ്കിൽ ദൈവമഹത്വം നമ്മുടെ ശുശ്രൂഷയിൽ കൂടെ വെളിപ്പെട്ട ചില സംഭവങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓർപ്പിച്ച് നമ്മുടെ പരമാർത്ഥ മനസ്സിനെ ഒന്ന് ഉണർത്തിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനാണ് ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിലെ താല്പര്യം. മഹത്വപൂർണനായ ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിൽ ഏതെങ്കിലും അവസരങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കരമടിച്ച് വായെ തുറന്ന് നന്ദിയോടെ ശക്തിയോടെ ദൈവം ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്ന അത്ഭുതങ്ങൾക്ക് ഒത്തവണ്ണം, അവന്റെ വലിപ്പത്തിനൊത്തവണ്ണം, അവന്റെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ ദൈവമക്കളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. എന്റെ 1/2 മിനിറ്റ് വിട്ടുതരാം. കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പോരാ, മഹത്വം ദൈവത്തിന് കൊടുക്കണം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ. മഹത്വപൂർണനായ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ഇരിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം തിരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ട തീമിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 പേരിൽ നിന്നും ആ വാക്യം വായിച്ചു കേൾപ്പിച്ചു. ഞാനും വീണ്ടും അതേ വാക്യം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ, 36 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കും. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ എത്തി. അത് ഒരു ഗുഹ ആയിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ബിലീവ് ആൻഡ് സീ ദ ഗ്ലോറി ഓഫ് ഗാഡ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മരിച്ചുപോയ ലാസറിന്റെ സഹോദരിയായ മാർത്ത, യേശുവുമായുള്ള സംഭാഷണത്തിൽ യേശു മാർത്തയോട് ഉദ്ധരിച്ച ഒരു പദപ്രയോഗമാണ് നാം തീമായി എടുത്തിരിക്കുന്ന ഈ വേദഭാഗം. അപ്പോൾ യേശു പറഞ്ഞ മറുപടി മാർത്തയ്ക്ക് മാത്രമായിരുന്നില്ല എന്ന് 36 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. 36-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർ അവിടെ നിന്ന് പരിഹസിക്കുന്ന പരിഹാസ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ഇവൻ ഇത്രമാത്രം ഈ വ്യക്തിത്വത്തോട് പ്രിയമുണ്ടായിട്ടും ഇവൻ ഇങ്ങനെ സംഭവിക്കുവാൻ അനുവദിച്ചല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. 37-ാം വാക്യത്തിൽ വരുമ്പോൾ ചില പ്രിയപ്പെട്ടവർ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അവനെ അപമാനിച്ച് പറയുകയാണ്, കുരുടന് കാഴ്ച കൊടുത്തവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ഈ വ്യക്തിത്വത്തിന് ഇവന് മരിച്ചുകൂടാതെ വണ്ണം ഇവനെ സൗഖ്യമാക്കുവാൻ കഴിയുകയില്ലായിരുന്നു എന്നുള്ള ചോദ്യവും. അടുത്തത് മാർത്തയുടെ ചോദ്യമാണ്. മാർത്ത പറയുന്ന വാചകം നാം 2 പ്രാവശ്യം കേട്ടു. വീണ്ടും ഞാൻ ഓർപ്പിക്കാം. മാർത്ത ഓർപ്പിക്കുന്നു, കർത്താവേ, ഇതിനിയും സംഗതി ശരിയാകുകയില്ല. നാറ്റം പിടിച്ചു തുടങ്ങി. നാറ്റം പിടിച്ച അവസ്ഥയിലായി. ഇതിന്റെ പുറത്ത് കല്ല് വെച്ചിരിക്കുകയാണ്. നാറ്റം പുറത്തു വരാതിരിക്കേണ്ടതിന് ഇതിനെ അടച്ച് ഭദ്രമാക്കി വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ വിഷയം ഞാൻ എഴുതി തള്ളി, ഇതിനെ എന്നേക്കുമായി ഞാൻ മൂടി വെച്ചിരിക്കുകയാണ്, ഇനി ഇത് നടക്കത്തില്ല എന്നാണ് മാർത്തയുടെ അവിടെ പറയുന്ന വാചകത്തിന്റെ അർത്ഥം. രണ്ടാമത് മാർത്തയെ ഓർപ്പിക്കുന്നത്, അപ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ കൂടെ പോകുന്ന ഒരു ചിന്താഗതി ഞാനങ്ങ് പറയാം. മാർത്തയെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്നതിന്റെ അർത്ഥം, നീ കാണാത്ത ഒന്ന്, നീ അറിയാത്ത ഒന്ന്, നിന്റെ മനസ്സിൽ കൂടെ പോകാത്ത ഒന്ന്, നിന്റെ ചിന്താഗതിയിൽ കൂടെ വരാത്ത ഒന്ന് എന്റെ ഹൃദയത്തിലുണ്ട്. എന്നോടൊപ്പം പന്തിയിലിരിക്കുന്ന ഒരു ലാസറിനെയാണ് ഞാൻ കാണുന്നത്. ആകയാൽ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും മറിയേ എന്ന മാർത്തയെന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. രണ്ടാമത് ഓർപ്പിക്കുന്ന വേദഭാഗം ഇങ്ങനെയാണ്, 4 നാളായി. ഇത് 1-2 ദിവസവുമല്ല, ചില നാളുകളായിട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇതിനി നടക്കുകയില്ല, ഇനി നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ എന്റെ കർത്താവ് പറയുന്ന മറുപടിയാണ്, ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്.
believe, you will see the glory of God. ഇത് താമസിച്ചിട്ടില്ല, ദൈവ പ്രവർത്തിക്ക് താമസിച്ചിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടേണ്ടതിന് സമയം അടുത്തിരിക്കുകയാണ്. അത് താമസിച്ചിട്ടില്ല. ദൈവമഹത്വം വെളിപ്പെടുവാൻ പോകുകയാണ്. ആകയാൽ മാർത്തയെ വിശ്വസിക്കുക എന്ന് മാർത്തയോട് മാത്രമല്ല, അവിടെ നിൽക്കുന്ന സകല വ്യക്തിത്വങ്ങളോടും പറയുകയാണ്. നീ പരിഹസിച്ചാലും കൊള്ളാം, നീ അപമാനം പറഞ്ഞാലും കൊള്ളാം, നിന്റെ കണ്ണിൻ മുമ്പിൽ ദൈവം ആരെന്നും അവന്റെ വലിപ്പമെന്തെന്നും അവന്റെ മഹത്വം എന്തെന്നും കാണുവാൻ പോകുകയാണ്. മഹത്വപൂർണനായ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടേണ്ടതിന് സമയമായി എന്ന് പറയുന്ന വാചകമാണ് നമ്മുടെ തീമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കേൾക്കുന്ന മുമ്പേ കർത്താവദാസന്റെ ആജി ഓർപ്പിച്ചപ്പോഴും എത്രമാത്രം ഗ്രഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ തള്ളിക്കളഞ്ഞ വിഷയങ്ങൾ, ഇനിയും നടക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ, കല്ലിട്ട് മൂടി വെച്ച വിഷയങ്ങൾ, കുഴിച്ചു മൂടിയ വിഷയങ്ങൾ, ഇന്ന് വൈകിട്ട് ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവെന്നെ ഓർപ്പിച്ചത് ഈ പന്തൽ വിളിച്ചു പറയുവാൻ. ഈ പന്തലിന്റെ കൺവെൻഷന്റെ ആദ്യ രാത്രിയിൽ തന്നെ നിന്റെ വിഷയം താമസിച്ചു പോയിട്ടില്ല. നിന്റെ വിഷയത്തിന് നാറ്റം പിടിച്ചു എന്ന് നീ പറഞ്ഞാലും നീ ചെയ്യേണ്ട ഒരൊറ്റ പ്രവൃത്തിയേ ഉള്ളൂ. നീ അടപ്പായി വെച്ചിരിക്കുന്ന കല്ല് നീ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ, വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ, വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ചെയ്താൽ ഇരിക്കുന്ന ഇടത്തിരുന്ന് കുഴിച്ചു മൂടപ്പെട്ട വിഷയങ്ങൾ, ഇനിയും നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, രോഗമായിക്കൊള്ളട്ടെ, ഫൈനാൻസ് ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിനെ വിട്ടുകളഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് സമയം കഴിഞ്ഞു പോയിട്ടില്ല. നാറ്റം പിടിച്ചെന്ന് നീ പറഞ്ഞാലും അത് നാറിയിട്ടില്ല. നീ കല്ലം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ദൈവമഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിൽ കല്ലെടുത്ത് മാറ്റിയിട്ട് ദൈവമഹത്വം എന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവജനം കരമുയർത്തി കയ്യെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശുശ്രൂഷകന്മാർക്ക് അവരുടെ ധൈര്യത്തിനായി ദൈവം എന്നെ ധൈര്യപ്പെടുത്തിയ ശുശ്രൂഷയിൽ ദൈവമഹത്വം കൃമികളായ നമ്മളുടെ, ഏഴകളായ നമ്മളുടെ ശുശ്രൂഷയിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെട്ട ഒരു സംഭവം എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസെക്കിയേലിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, മോനെ, നിനക്കിന്ന് ശുശ്രൂഷ താഴ്വരയിലാണ്, നീ താഴ്വരയിലേക്ക് വാ. താഴ്വരയിലേക്ക് എസെക്കിയേൽ ചെന്നപ്പോൾ, ശുശ്രൂഷ സ്ഥലത്ത് അയച്ചപ്പോൾ, ജീവനില്ലാത്ത, ചുറ്റി നടക്കുമ്പോൾ, അവിടെ മുറ്റും നോക്കിയപ്പോൾ, ആ സഭയിലേക്ക് എന്നെ അയച്ചപ്പോൾ, ആ ഇടത്തേക്ക് എന്നെ അയച്ചപ്പോൾ, ജീവനില്ലാത്ത, ചത്ത, ഉണങ്ങിയ, ബന്ധമില്ലാത്ത, ഒരസ്ഥിയോട് ബന്ധമില്ലാത്ത, അന്യോന്യം യാതൊരു ഐക്യതയുമില്ലാത്ത, ആത്മീയ ചൈതന്യമില്ലാത്ത, പാരമ്പര്യം ഒത്തിരിയുള്ള അസ്ഥികൾ കുറെ അവിടെ കിടക്കുന്ന കാഴ്ചയാണ് ഈ എസെക്കിയേൽ കണ്ടത്. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒട്ടനവധി നമ്മുടെ ശുശ്രൂഷകളിൽ നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം പറയുകയാണ്, പ്രവാചക, നിന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്, നിന്നെ ഈ താഴ്വരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ശുശ്രൂഷിപ്പാനാണ്. ദൈവ നിയോഗപ്രകാരമാണ്, ദൈവം പറഞ്ഞിട്ടാണ് നീ ആ ഇടത്ത് ശുശ്രൂഷയ്ക്ക് വന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ അയച്ചതെങ്കിൽ, ദൈവം പറയുന്നത് നീ ചെയ്യുന്നുവെങ്കിൽ, നിനക്ക് വേണ്ടി മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷകളിൽ വെറും നാമധേയ ശുശ്രൂഷയല്ല, ദൈവമഹത്വം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ദൈവം പറയുകയാണ്, വിരോധാഭാസമായ ഒന്ന് ഈ അസ്ഥികളോട് പ്രവചിക്കാൻ, ബന്ധമില്ലാതെ കിടക്കുന്ന, യോജിപ്പില്ലാതെ കിടക്കുന്ന, ജീവനില്ലാതെ കിടക്കുന്ന, ചൈതന്യമില്ലാതെ കിടക്കുന്ന ഈ അസ്ഥികളോട് പ്രവചിക്കുവാൻ പറഞ്ഞപ്പോൾ തർക്കുത്തരവൊന്നും പറഞ്ഞില്ല.
അവൻ മഹത്വപൂർണനാണ്. അവന്റെ വാക്കിൽ മഹത്വമുണ്ട്. ആ വാക്കിൽ വിശ്വസിച്ച് ഞാൻ അനുസരിച്ചത് ചെയ്തു കഴിഞ്ഞാൽ, വിശ്വാസത്തോടുകൂടെ ആ പ്രവചനം നീ പ്രവചിച്ചു കഴിഞ്ഞാൽ, അസ്ഥി അസ്ഥിയോടുകൂടും. ബന്ധമില്ലാത്തവർക്ക്, ഐക്യതയില്ലാത്തവർക്ക് ഐക്യതയുണ്ടാകും. അതുമാത്രമല്ല, ജീവനില്ലാത്തവന് ജീവനുണ്ടാകും. അതുമാത്രമല്ല, അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ജവാന്മാരായി മാറും. അപ്പം അയച്ച ഇടത്തെ ഓർത്ത് ഭാരപ്പെട്ട് ദുഃഖിക്കരുത്. നേപ്പാൾ ഞാൻ സ്വീകരിക്കുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ വളരെ പ്രതികൂലമായിരുന്നു. പരസ്യമായിട്ടൊരു മീറ്റിംഗ് നടത്താനൊക്കെയില്ല, കൺവെൻഷൻ നടത്താനൊക്കത്തില്ല, ഒരു ദൈവദാസന്റെ സ്ഥാനപ്പെടുന്നവരുടെ പേര് പുറത്തു പറയാനൊക്കത്തില്ല. എല്ലാ റീജിയനുകളിലും സ്റ്റേറ്റിലും ഉള്ളവർ പരസ്യം ചെയ്യുന്ന പോലെ എന്റെയോടുള്ള ദൈവദാസന്മാരുടെ ഫോട്ടോ പരസ്യം ചെയ്യാനൊക്കത്തില്ല. പിറ്റേ ദിവസം അവരത് കണ്ടുപിടിച്ച്, അവരത് വായിച്ച്, അവരുടെ ഭവനത്തിൽ ചെന്ന് അവർക്ക് ഉപദ്രവങ്ങൾ ധാരാളം നേരിടും. ഞങ്ങൾ ആദ്യമേ 2-3 ഫോട്ടോ ഫേസ്ബുക്കിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ, വാട്സപ്പിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒട്ടനവധി പേർക്ക് ഉപദ്രവം ഉണ്ടായി. അങ്ങനെയുള്ള ഇടത്ത് ദൈവമഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഓരോ വില്ലേജിലും ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു വില്ലേജ് മുഴുവൻ കർത്താവിനെ സ്വന്തം രക്ഷകരായി സ്വീകരിച്ച് ദൈവമഹത്വം വെളിപ്പെട്ട് IPCക്ക് ആധാരം എഴുതി തന്നിട്ടുണ്ട് പരസ്യമായി കൺവെൻഷൻ നടത്തുവാൻ. ശുശ്രൂഷയിൽ ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കണം. വിശ്വസിച്ചനുസരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും വിടുതൽ നിശ്ചയമാണ്. ശുശ്രൂഷയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അടുത്തത് നമ്മുടെ കൂട്ടത്തോടാണ് എനിക്ക് പറയാനുള്ളത്. IPC സഭയോടാണ് പറയാനുള്ളത്. നമ്മൾ മൊത്തമായി പറയാനുള്ളതാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ദൈവത്തിന്റെ ജനം കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, വഴിമധ്യേ അവരുടെ യാത്രയെ തടയുന്ന, അവരുടെ യാത്രയ്ക്ക് വിരാമം കൊടുക്കുന്ന മല്ലന്മാര് അകത്തുള്ള വലിയ എരിഹോ കോട്ട ഉണ്ടായപ്പോൾ, അവിടെ ദൈവമഹത്വം വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. യോശുവ ഓർത്തു, തന്നോടുള്ള യോദ്ധാക്കന്മാരെ മുമ്പിൽ വിട്ടിട്ട് അവരുടെ കായിക ബലം കൊണ്ടോ അവർ സമർത്ഥ്യം കൊണ്ടോ അവരുടേതായ ഉപകരണങ്ങൾ കൊണ്ടോ ഈ മതിലിടിക്കുവാൻ കഴിയുകയില്ല എന്ന് യോശുവയ്ക്ക് മനസ്സിലായപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവത്തിന്റെ ആലോചന പ്രകാരം സഭയെ നയിക്കുവാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ മഹത്വം സഭയിൽ വെളിപ്പെടും. അതിന് യാതൊരു സംശയമില്ല. സമൂഹമധ്യേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് യോശുവ ആലോചനയുമായി മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് യോശുവ പറയുകയാണ്, ദൈവം എന്നോട് പറഞ്ഞു, യോദ്ധാക്കൾ ഉൾപ്പെടെ സകലരും ഒരു കാര്യം ചെയ്യണ്ട, മിണ്ടാതെ നടക്കുവാൻ, നാക്കടച്ചു വെക്കുവാൻ, അഭിപ്രായം ഒന്നും കേൾക്കണ്ട എന്ന്. ദൈവിക ആലോചന ലഭിച്ച ദൈവദാസന്റെ ശുശ്രൂഷ മാറ്റിമറിക്കേണ്ടതിന് ആലോചന കൊടുത്താൽ, ആ ആലോചന പ്രകാരം പോയാൽ ദൈവമഹത്വം അവരുടെ മധ്യത്തിൽ വെളിപ്പെടത്തില്ലെന്ന് യോശുവയ്ക്ക് മനസ്സിലായിട്ട് പറഞ്ഞു, ഒരൊറ്റ കുഞ്ഞുപോലും വാതുറക്കരുത്. ആ 7 ദിവസം നടന്ന് 7-ാം ദിവസം 7-ാം പ്രാവശ്യം നടക്കുമ്പോഴാണ് യോശുവ പറയുന്നത്, ജനം ഒന്നുചേർന്ന് കരങ്ങളെ ഉയർത്തി, കരങ്ങളെ അടിച്ച്, തപ്പുകാരും നൃത്തക്കാരും പുരോഹിതന്മാരും സകലരും ഒന്നു ചേർന്ന് ജനം ഒന്നിച്ച് പാടണം. ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പാടണം. എന്താണ് പാടേണ്ടത്? അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, വഴിയിൽ എന്നെ നശിപ്പിക്കാതെ വണ്ണം ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം തുടർന്ന് എന്നെ നടത്തുവാൻ ശക്തനാണ്. അവനിൽ വിശ്വസിച്ച് ആർപ്പിട്ട് കഴിഞ്ഞപ്പോൾ വലിയ എരിഹോ കോട്ട താഴെ വീണെങ്കിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കെതിരായി കെട്ടുന്ന സകല കോട്ടകളും ഇടിഞ്ഞു വീഴുവാൻ, ദൈവമഹത്വം വെളിപ്പെടുവാൻ മിടുക്ക് വേണ്ട, സാമർഥ്യം വേണ്ട, കയ്യൂക്ക് വേണ്ട, നേരെ മറിച്ച് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ മാത്രം മതി. ഇത്രയും പറഞ്ഞിട്ടും ശരിക്ക് വായിൽ നിന്ന് ദൈവത്തിനൊരു മഹത്വം കൊടുക്കുവാൻ, നമ്മുടെ കൺവെൻഷനിൽ ദൈവമഹത്വം ഒന്ന് വെളിപ്പെടേണ്ടതിന്
നാം പറഞ്ഞല്ലോ ഷെക്കൈന ഇറങ്ങി വരുന്ന വിഷയമൊക്കെ. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ഷെക്കൈന ഇറങ്ങി വന്നു. ദൈവമഹത്വത്തെക്കുറിച്ച് രാജു പാസ്റ്റർ വ്യക്തമായി ഓർപ്പിച്ചു. അത് നമ്മുടെ മധ്യത്തിൽ ഒന്നിറങ്ങണം, ഇവിടെ ഒന്ന് വെളിപ്പെടണം. യഹോവയുടെ മഹത്വം ഇവിടെ വെളിപ്പെടണം. അത് എന്നിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, എന്റെ ചർച്ചിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ സമൂഹത്തിൽ വെളിപ്പെടണം എന്നാഗ്രഹിക്കുന്ന ദൈവത്തിന് ജനം കൈതട്ടി വാതുറന്ന് ശക്തിയോടെ ദൈവത്തെ ആർത്താട്ട്. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ജീവിതത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ ശത്രു കെട്ടിയിരിക്കുന്ന സകല കോട്ടകളും ഇടിച്ച് തരിപ്പണമാക്കി നിന്റെ ജീവിതത്തിൽ കൂടെ, നിന്റെ ശുശ്രൂഷയിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തി കാണിക്കേണ്ടതിന് കരമടിച്ച് ആത്മാർത്ഥമായി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പോരെ ദൈവമക്കളെ, ഇത്രയേ ഉള്ളൂ ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് മഹത്വം. ഇത് നമ്മുടെ കൺവെൻഷനാണ്, പെന്തക്കോസ്ത് കൺവെൻഷനാണ്. ദൈവത്തിന് നല്ല തീമാണ്. മഹത്വം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ തീരാ രോഗങ്ങൾ മാറിക്കിട്ടവരോടിരിപ്പുണ്ട്, ക്യാൻസർ മാറിക്കിട്ടവരോടിരിപ്പുണ്ട്, അപകടത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരോടിരിപ്പുണ്ട്. എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ജീവിതത്തിൽ ദൈവമഹത്വം അനുഭവിച്ചവർ ഇനിയും എന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഞാൻ മാത്രമല്ല, എന്റെ കൂടെയുള്ള 6 ലക്ഷം ജനങ്ങളും അക്കരെ കടക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരുതി ഒരൊറ്റ വ്യക്തി പോലും വായെ അടച്ചിരുന്നില്ല. കോട്ട വീഴേണ്ടത് എല്ലാവരുടെയും ആവശ്യമായിരുന്നു. ദൈവമഹത്വത്തോടെ വെളിപ്പെടേണ്ടത് എല്ലാവരുടെയും ആവശ്യമായിരുന്നെങ്കിൽ നമ്മുടെ കൺവെൻഷനിൽ തീ മാത്രം പോരാ, ദൈവമഹത്വം വെളിപ്പെടണം. എന്റെ സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓടിച്ചു പോകട്ടെ. 2-3 കാര്യങ്ങളോട് ഓർപ്പിച്ചിട്ട് ഇരുന്നുകൊള്ളാം. എല്ലാം നഷ്ടമായി, എല്ലാവരും കൈവിട്ടു, എല്ലാം നശിച്ചു. സ്വന്തം ഭാര്യ കൂടെ വന്ന് പറയുകയാണ്, ഇനിയും ഇങ്ങനെ വിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ദൈവത്തെ അങ്ങ് തള്ളിപ്പറഞ്ഞുകൂടെ? അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച മഹത്വം എന്റെ ജീവിതത്തിൽ കാണും എന്ന് വിശ്വസിച്ച ഇയ്യോബ് പറയുന്നൊരു വാചകമുണ്ട്, എന്റെ ദേഹം മുഴുവൻ വെണ്ണത്താൽ നിറയപ്പെട്ടെങ്കിലും ഞാൻ ഇങ്ങനെ മരിക്കത്തില്ല, ഞാൻ ഇങ്ങനെയാകത്തില്ല, ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. ദൈവത്തിന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. എന്റെ നഷ്ടപ്പെട്ടു പോയത്, എന്റെ നശിച്ചു പോയത് മടക്കി കിട്ടുക മാത്രമല്ല, എനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടും. എന്റെ ജീവിതത്തിൽ, എന്റെ ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനാണ് ദൈവം എന്നെ ഈ കഷ്ടതയിൽ കൂടെ കടത്തിവിട്ടത് എന്നോർത്ത് ദൈവത്തെ പഴിക്കാതെ, ദൈവത്തെ കുറ്റം പറയാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഇയ്യോബ് 42-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ. അതിന് ഇയ്യോബ് യഹോവയുടെ ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും. അതിന് ഇയ്യോബ് സകലതും സമാപിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ ഇയ്യോബ് പറയുകയാണ്, നിനക്ക് സകലതും കഴിയും, നിനക്ക് സകലതും കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ അടുത്തിരിക്കുന്നവരെ കൈപിടിച്ചെന്ന് പറഞ്ഞാട്ട് ദൈവത്തിന് സകലതും കഴിയും. കരം കൊയ്ന്ന് കൊടുത്ത് പറഞ്ഞാട്ട് ദൈവത്തിന് സകലതും കഴിയും. എന്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ട് അവരവർ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് കരമടിച്ച് പറഞ്ഞാട്ട് എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അവന്റെ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാം. അടുത്തത് യോ പറയുന്നു, നിനക്ക് സകലതും കഴിയുമെന്നും എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, എന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, എന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, IPCയോടുള്ള ബന്ധത്തിൽ നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല എന്ന് എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം
അത്ഭുതമേറിയതായിരുന്നു. ദൈവത്തിന്റെ മഹത്വം ജീവിതങ്ങളിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ഈ വാക്ക് പറവാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം മുമ്പ് ഞാൻ ഓർപ്പിച്ച വാചകം വീണ്ടും ഓർപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു അവസരത്തിൽ വെളിപ്പെട്ട് കിട്ടിയ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ ഈ വാചകം ഇയ്യോബിനോടുകൂടെ ചേർന്ന് പറയാമോ? ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി. എന്റെ ദൈവമേ, നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല എന്നെനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയതായിരുന്നു. ഞങ്ങൾക്ക് സമയം കുറച്ച് തന്നുകൊണ്ടാണ് ഇങ്ങനെ ധൃതി പിടിച്ചെല്ലാം പറയുന്നത്. ഇയ്യോബേ, നിന്നെ ലജ്ജിപ്പിക്കാതെ വണ്ണം, നിന്നെ ആദരിച്ച് നിന്റെ കഷ്ടതയിൽ കൂടി ദൈവമഹത്വം ദേശത്ത് വെളിപ്പെടുത്തി, കുടുംബത്തിൽ വെളിപ്പെടുത്തി, കൂട്ടുകാരുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ അവൻ നമ്മെ അഭിഷേകം ചെയ്തു. ഈ ദൈവത്തിന്റെ മഹത്വത്തെ ഓർത്ത്, അവൻ ചെയ്ത ഉപകാരത്തെ ഓർത്ത്, അവന്റെ നാമത്തിന് തക്ക മഹത്വം ഒന്നുകൂടെ കരയറ്റിക്കാട്ടെ. പോരാ, ശക്തിയോടെ കരയറ്റിക്കാട്ടെ. ഒരു പ്രിയ സഹോദരന് ഒരു ദർശനം കിട്ടിയ ഒരു ദിവസം. ആ ദർശനം അദ്ദേഹം പരസ്യമാക്കി. ദർശനം പരസ്യമാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് പൊട്ടക്കുഴി. അത് കഴിഞ്ഞ് ലഭിച്ചത് അപവാദം. പിന്നെ കിട്ടിയത് അപമാനം, ജയിൽവാസം. ഇവിടെ തീർന്നുവെന്ന് ലോകം മുഴുവൻ വിധിയെഴുതുമ്പോൾ ദർശനം തന്നവൻ അതിന്റെ സമാപ്തിയിലേക്ക് കൊണ്ടുവരുമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുറച്ച ജോസഫ് ആ കാരാഗ്രഹത്തിലും ദൈവത്തിന്റെ വേലയിൽ നിവൃതനായിരുന്നത് കൊണ്ട് അവന് വേണ്ടി പുതുവഴി ദൈവം തുറന്ന്, അറിയാത്ത വഴി തുറന്ന്, അവന്റെ മനസ്സിൽ കൂടെ ചിന്തിക്കാത്ത വഴി തുറന്ന് അവൻ കണ്ട ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മഹത്വം നീ കാണുവാൻ പോകുന്നതേയുള്ളൂ. ആ മഹത്വം ഞാൻ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്റെ ഇടത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഒരു ഭാഗം കൂടെ ഓർപ്പിച്ച് ഞാനങ്ങ് നിർത്തിയേക്കാം, പ്രസംഗിക്കുന്നില്ല. ശിഷ്യന്മാർ കുറെ പേർ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ യേശു അവരോട് പറഞ്ഞു, ഈ പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുക എന്ന്. അവരൊഴുകഴിവ് ഒത്തിരി പറഞ്ഞെങ്കിലും ലാസ്റ്റിൽ അവർ പറഞ്ഞൊരു വാചകമുണ്ട്, വിശ്വാസത്തിന്റെ വാക്ക്, നാഥ നിന്റെ വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ച് വലയിറക്കാമെന്ന്. ആ വലയിൽ പെരുത്ത മീൻകൂട്ടത്തെ കർത്താവ് കൊടുത്ത് ദൈവത്തിന്റെ മഹത്വം ആ ശിഷ്യന്മാരുടെ മക്കൾ വെളിപ്പെടുത്തിയെങ്കിൽ നമ്മെയും ദൈവം കൈവിടത്തില്ല, നമ്മെയും ലജ്ജിപ്പിക്കത്തില്ല. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. മഹത്വപൂർണനായ ദൈവത്തിന് സകല മാനവും മഹത്വവും കൊടുത്ത് മകന്റെ നാമത്തിന് തകർത്ത മഹത്വം കരേറ്റി മഹത്വപൂർണനായ കർത്താവിനോട് അവനോടൊപ്പം രൂപാന്തരമായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. സ്തോത്രം.